ഒരു സമയത്ത് ബ്രഹ്മാവും വിഷ്ണുവും ചേർന്ന് ശിവനെ ദർശിക്കുവാൻ ഭൂമിയിലേക്ക് സഞ്ചരിച്ചു. അവർ ഹിമാലയത്തിന്റെ പടവുകളും കാടുകളും താണ്ടിയെത്തുമ്പോൾ ഒരു അപൂർവ ദിവ്യതേജസ്സായ ജ്വാലാലിംഗം അവർക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അതിന് ഒരു തുടക്കം ഇല്ല, അവസാനവുമില്ല. അതിന്റെ അതിരുകൾ കണ്ടുപിടിക്കണമെന്ന് ആഗ്രഹിച്ചു. ബ്രഹ്മാവും വിഷ്ണുവും യാത്ര പറഞ്ഞു പിരിഞ്ഞ് ബ്രഹ്മാവ് മുകളിലേക്കും വിഷ്ണു കീഴോട്ടും യാത്രയായി. ഏറെക്കാലം തിരഞ്ഞിട്ടും ആർക്കും അതിന്റെ അന്ത്യമോ ആദിയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ അവർ തിരിച്ചെത്തി. അങ്ങനെ ശിവനെ ദർശിക്കുവാനായി തപസ്സാരംഭിച്ചു. അവരുടെ തപസ്സിൽ പ്രസന്നനായി ശിവൻ പ്രത്യക്ഷപ്പെട്ടു. പറയൂ, എന്തുവാരമാണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നീ എന്റെ പുത്രനായിട്ട് ജനിക്കണം. ആ ദുരഭിമാനപൂർണമായ മോഹത്തിന്റെ ഫലമായി അന്നുമുതൽ ബ്രഹ്മാവ് ആരാധനയ്ക്ക് അയോഗ്യനായി മാറി. വിഷ്ണു പറഞ്ഞു, ഭഗവാനെ, ഞാൻ നിനക്കു ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുന്ന വിധത്തിൽ ജനിക്കണമേ. അത് കേട്ട് ശിവൻ സന്തോഷത്തോടെ സമ്മതിച്ചു. തന്റെ ശരീരഭാഗമായുള്ള നാരായണമൂർത്തി നിന്റെ സ്വരൂപത്തിൽ അവതരിച്ചു എന്റെ ഭാര്യയായിത്തീർന്നു. അപ്പോൾ നീ എന്നിൽ നിന്നുള്ളവളാണ്. ശിവൻ പറഞ്ഞു, ഇതിനു മുമ്പും നീ എന്റെ ഭാര്യ തന്നെയായിരുന്നു. ദേവി അപ്പോൾ ചോദിച്ചു, ഇതിനു മുൻപ് എപ്പോഴാണ് ഞാൻ അങ്ങയുടെ ഭാര്യയായത്? ശിവൻ മറുപടി, നീ ദക്ഷപ്രജാപതിയുടെ മകളായി സതി എന്ന പേരിലാണ് ആദ്യമായി ഭൂമിയിലേക്ക് വന്നത്. നിനക്കൊപ്പം പല സഹോദരിമാരും ഉണ്ടായിരുന്നു. ദക്ഷൻ തന്റെ പുത്രിമാരെ വിവിധ ദേവന്മാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ നിന്നെ എനിക്കാണ് നൽകിയത്. എന്നാൽ ഒരിക്കൽ ദക്ഷൻ ഒരു വലിയ യാഗം നടത്താനുറച്ചു. എല്ലാം ദേവന്മാരെയും ജാമാതാക്കളെയും ക്ഷണിച്ചെങ്കിലും എന്നെ മാത്രം അവഹേളിച്ച് ക്ഷണിച്ചില്ല. അതിൽ ദുഃഖിതയായ നീ അച്ഛനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് എന്റെ ഭർത്താവിനെ ക്ഷണിക്കാതിരുന്നത്? ദക്ഷൻ പറഞ്ഞു, അവൻ തലയോട്ടി മുത്തുകളാക്കി മാല ധരിക്കുന്നവൻ. അങ്ങനെയുള്ളവനെ എങ്ങനെയാണ് ഈ ശുദ്ധമായ യാഗത്തിന് ക്ഷണിക്കുക? ഈ വാക്കുകൾ നിനക്ക് അത്യന്തം അസഹ്യമായി. നീ ഉടനടി നിന്റെ ശരീരം അഗ്നിയിൽ ആർപ്പിച്ച് ജീവൻ ഉപേക്ഷിച്ചു. അത് കേട്ട ഞാൻ അതിയായ ക്രോധത്തിൽ കിടന്നു. തത്ക്ഷണം ഭൂതഗണങ്ങളെ അയച്ച് യാഗം നശിപ്പിച്ചു. ദക്ഷനെ ശിക്ഷിച്ചു. പിന്നീട് നീ വീണ്ടും ജനിച്ചു, ഹിമവാന്റെ പുത്രിയായി. പാൽക്കടലിൽ നിന്നും ചന്ദ്രക്കല ഉദിച്ചതുപോലെ സൗന്ദര്യമുള്ളവളായി അവതരിച്ചു. അവിടെ ഹിമവാന്റെ അതിഥിയായി വന്ന ഞാൻ വ്രതം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. ഹിമവാൻ എന്നെ ശുശ്രൂഷിക്കാൻ നിന്നെ നിയോഗിച്ചു. അക്കാലത്തു താരകാസുരന്റെ ആക്രമണത്താൽ പീഡിതരായ ദേവന്മാർ താരകാസുരനെ തോൽപ്പിക്കാൻ ഒരവതാരമായ കുമാരനെ ആഗ്രഹിച്ചു. അതിനായി കാമദേവനെ അയച്ച് എന്റെ തപസ്സിനെ അലസമാക്കാൻ ശ്രമിച്ചു. കാമന്റെ പുഷ്പബാണം എന്റെ മനസ്സിനെ തെറ്റിച്ചപ്പോൾ ഞാൻ ക്രോധത്തോടെ അവനെ നേത്രാഗ്നിയിൽ ദഹിപ്പിച്ചു. പിന്നെ നീ ശുദ്ധമായ മനസ്സോടെ തപസ്സാരംഭിച്ചു. അതിന്റെ ഫലമായി ഞാൻ പ്രസന്നനായി. തുടർന്ന് നടന്ന വിവാഹകർമ്മങ്ങളും മറ്റും നിനക്ക് അറിവുള്ളതാണല്ലോ. നീ ഇതിനു മുൻപും എന്റെ പത്നിയായിരുന്നത് ഇപ്പോൾ മനസ്സിലായിക്കാണുമല്ലോ എന്നു പറഞ്ഞു പരമശിവൻ നിശബ്ദനായി. അതുകേട്ട ദേവി ചെറിയ പരിഭവത്തോടെ മറുപടി പറഞ്ഞു, അങ്ങ് പറയുമെന്ന് കരുതി ഒരു രസകഥ കാത്തിരുന്ന ഞാനിപ്പോൾ കഷ്ടം. എനിക്ക് മനസ്സിലാകുന്നത് ഗംഗയെ തലയിൽ വഹിക്കാനും സന്ധ്യാദേവിയെ നമസ്കരിക്കാനും മാത്രമാണ് അങ്ങേക്ക് ഇഷ്ടം. എന്നെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹമില്ലേ? ഇങ്ങനെ ദേവിയുടെ സ്നേഹപരിഭവം കേട്ട ശിവൻ അവളെ അനുനയിപ്പിച്ചു. നീ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു മനോഹരമായ ദിവ്യകഥ ഞാൻ ഇപ്പോൾ പറയാം. അവിടെ തുടങ്ങി മറ്റൊരു അദ്ഭുതമായ കഥ.